ജീവിതത്തിലെ നിർണായകമായ പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരുമ്പോൾ പലരും പതറി നിൽക്കുന്നത് കാണാം. എങ്ങനെയാണ് ശരിയായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന അനേകം ആളുകളും ചാനലുകളും ഇന്നുള്ളത് സംഗതി കൂടുതൽ ചിന്താക്കുഴപ്പത്തിലാക്കുന്നു. ഒരു ദൈവപൈതൽ തീരുമാനമെടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തൻ്റെ തീരുമാനം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാകരുത് എന്നത്രേ. ദൈവഹിതം ഇന്ന് നാം അറിയുന്നത് പ്രധാനമായും ദൈവവചനത്തിലൂടെയാകുന്നു. ഇവിടെയാണ് ദൈവവചനം പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. അതുമാത്രമല്ല, നാം എടുക്കുന്ന തീരുമാനം യാതൊരു ബാഹ്യ സമ്മർദ്ദവും ഇല്ലാതെ നമ്മുടെ ഉള്ളിൽ സമാധാനം നിറയ്ക്കുന്നതായിരിക്കണം. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ നമ്മിൽ സംഭവിക്കുന്നതാണ്. അതിനുവേണ്ടി നാം വിഷയം വെച്ച് പ്രാർത്ഥിക്കണം. ഇനിയും പക്വതയുള്ള ദൈവമക്കളുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ 2 പ്രമാണങ്ങളിൽ അടിസ്ഥാനപ്പെട്ട ഉപദേശം മാത്രമേ സ്വീകരിക്കാവൂ കേട്ടോ. കാര്യസാധ്യത്തിനായി നിങ്ങളെ ചൂഷണം ചെയ്യുവാൻ പലരും തുനിഞ്ഞു എന്ന് വന്നേക്കാം. ഇന്നത്തെ ജീവസന്ദേശത്തിൽ യാക്കോബ് തൻ്റെ ജീവിതത്തിലെ ഒരു അതിപ്രധാന തീരുമാനത്തിനായി ദൈവത്തിൽ ആശ്രയിക്കുന്നത് നാം കാണുന്നു. ദൈവം അവനത് വ്യക്തമാക്കി കൊടുത്തു. ഇന്നത്തെ ജീവസന്ദേശ പഠനത്തിലേക്ക് സ്വാഗതം. ഉൽപ്പത്തി പുസ്തക പഠനത്തിന്റെ ഏകദേശം അവസാന ഭാഗത്തേക്കാണ് നാം എത്തിയിരിക്കുന്നത്. മരിച്ചുപോയി എന്ന് താൻ കരുതിയിരുന്ന തൻ്റെ ഓമനപുത്രൻ ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈജിപ്തിലെ ഭരണാധികാരിയും കൂടിയാണെന്ന വാർത്ത കേട്ട് യാക്കോബ് സ്തംഭിച്ചുപോയി. ഏതായാലും മിസ്രൈമിലേക്ക് പോയി യോസഫിനെ കണ്ടുകളയാമെന്ന് യാക്കോബ് തീരുമാനിച്ചു. മിസ്രൈമിൽ പോയി പാർക്കാതിരിക്കുവാൻ ദൈവം അബ്രഹാമിന് താക്കീത് നൽകിയതാണ്. അബ്രഹാം അവിടെ പോയി ആകെ ബുദ്ധിമുട്ടിലായതാണ്. ഇസ്ഹാക്കിനോടും ദൈവം അത് തന്നെ അരുളി ചെയ്തതാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ സംശയം യാക്കോബ് മിസ്രൈം ദേശത്ത് പോകണമോ എന്നുള്ളതാണ്. ഫറവോനിൽ നിന്നോ യോസഫിൽ നിന്നോ ഉള്ള ഒരു ക്ഷണത്തേക്കാൾ അല്പം കൂടി വലിയൊരു പ്രോത്സാഹനം യാക്കോബിന് അതിനാവശ്യമാണ്. ദൈവത്തിൽ നിന്നും അതിനൊരു പച്ചക്കൊടി കാണുവാൻ യാക്കോബ് ആഗ്രഹിക്കുന്നു. ഇന്ന് 46-ാം അധ്യായമാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നു, അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ടു. ബേർശേബയിലെത്തി തൻ്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവത്തിന് യാഗം കഴിച്ചു. അവൻ ദൈവഹിതം അന്വേഷിക്കുന്നു. ഇതാ ഇവിടെ ആശ്ചര്യജനകമായൊരു കാര്യം. യാക്കോബ് തൻ്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവത്തിന് യാഗം കഴിക്കുന്നു. ആദ്യത്തെ പ്രാവശ്യം യാക്കോബ് ആ ദേശം വിടുമ്പോൾ, അതായത് ഹാരാനിലേക്ക് യാത്രയായപ്പോൾ അവൻ ബഥേലിലെത്തി. അവൻ അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. അവൻ ചിന്തിച്ചിരുന്നത് താൻ ദൈവത്തിൽ നിന്നും ഓടി ഒളിക്കുവാൻ പോവുകയാണെന്നത്രേ. അവൻ ദൈവത്തിന്റെ ഹിതം എന്തെന്ന് അന്വേഷിക്കുകയോ ദൈവത്തിന്റെ നടത്തിപ്പിനായി ആവശ്യപ്പെടുകയോ ചെയ്തിരുന്നില്ല. ദൈവം തൻ്റെ കാര്യത്തിലൊന്നും ഇടപെടേണ്ടതില്ലെന്ന വിധത്തിലുള്ള ഒരു ഓട്ടമാകുന്നു യാക്കോബിൽ നാം അവിടെ കാണുന്നത്. യുവാവായ യാക്കോബിലും അബ്രഹാമിൻ്റെ ആ ദാസനിലും നാം കാണുന്ന അന്തരം ശ്രദ്ധേയം തന്നെയാണ്. അബ്രഹാമിൻ്റെ ദാസൻ ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവത്തോട് ചോദിക്കാതെ തൻ്റെ ജീവിതത്തിൽ ഒരു പടി പോലും മുൻപോട്ട് വെച്ചില്ല. എന്നാൽ യാക്കോബോ, അവൻ്റെ ചിന്ത തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരാവശ്യവുമില്ല എന്നത്രേ. തൻ്റെ സ്വന്തം ബുദ്ധി, സ്വന്തം യുക്തി, സ്വന്തം വികാരം, സ്വന്തം ഇഷ്ടങ്ങൾ, ഇതൊക്കെയാണ് അവൻ്റെ മുൻപിലുണ്ടായിരുന്നത്. ദൈവത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താൻ ജ്യേഷ്ഠാവകാശം കൈയടക്കി. ദൈവമല്ലല്ലോ അപ്പൻ്റെ അനുഗ്രഹം വാങ്ങുവാൻ അവനെ സഹായിച്ചത്. പിന്നെ ഇനിയും എല്ലാ കാര്യത്തിനും ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ മെനക്കെടുന്നത് ആരാ എന്ന ചിന്തയായിരുന്നു അന്ന് അവനുണ്ടായിരുന്നത്. അതേ സുഹൃത്തെ, നമ്മിൽ പലരും ചിന്തിക്കുന്നത് പോലെ തന്നെ നാം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ തന്നെയും നമ്മുടെ മനസ്സിലും നമ്മുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ കാണുവാൻ സാധിക്കുന്നത് അതല്ലേ? ജീവിതത്തിൽ മുൻപോട്ട് പോകേണ്ട ശരിയായ മാർഗം അതല്ല എന്ന് പഠിക്കുവാൻ യാക്കോബ് വളരെയധികം സമയമെടുത്തു. എത്രയെത്ര ദൈവമക്കൾ ഇന്നും ഈ വലിയ മണ്ടത്തരം കാണിച്ച് മുൻപോട്ട് പോകുന്നു. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ അവർ തങ്ങളുടെ പരിപാടികളിൽ നിന്നെല്ലാം ദൈവത്തെ വെളിയിലാക്കി പ്രവർത്തിക്കുന്നു. അവർ
തങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളിൽ തങ്ങൾക്ക് തോന്നിയതൊക്കെ പ്രവർത്തിച്ച് ജീവിക്കുന്നു. എന്നിട്ടവർ ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നു. ആ വരവൊന്ന് കാണേണ്ടത് തന്നെയാണ്. എത്ര ഭക്തി നിർഭരമാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യുവാൻ തയ്യാറാണെന്ന വിധത്തിൽ അത്രേ വരുന്നത്. അവർ ചിന്തിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിലെ ദൈവഹിതം ഞായറാഴ്ച പള്ളിയിൽ പോകുക, കൃപാന കൊള്ളുക, കൃപാന കാണുക, നിർബന്ധമാണെങ്കിൽ സൺഡേ സ്കൂളിൽ ഒന്ന് പഠിപ്പിക്കുക, അത്രമാത്രം. വേറെ കുറെ പേർ ആരാധനാ ഹാളിൽ പോവുകയും സാക്ഷ്യം പറയുകയും മാത്രമാണ്. അതുമാത്രമാണ് ദൈവം തങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്നാണ് കരുതുന്നത്. അതും എന്നും വിരസത മാത്രം ഉളവാക്കുന്ന ഒരേ ഒരു സാക്ഷ്യം, ഒരേ ഒരു ചൊല്ല്, ഒരേ ഒരു കാര്യം. കഴിഞ്ഞ ആഴ്ച ദൈവം എനിക്ക് നല്ലവനായിരുന്നു, എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമേ സുഹൃത്തെ. അതെ എൻ്റെ സഹോദര, കഴിഞ്ഞ ആഴ്ച താങ്കൾ ദൈവത്തിനു വേണ്ടി ചെയ്ത ഒരു കാര്യം പറയാനില്ലേ? താങ്കളുടെ ജീവിതത്തിൽ എടുത്ത ഏതെങ്കിലും പുതിയൊരു തീരുമാനം പറയാനില്ലേ? താങ്കളുടെ സ്വഭാവത്തിൽ, ജീവിതത്തിൽ ഉണ്ടായ ഏതെങ്കിലും ഒരു മാറ്റത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ പ്രോത്സാഹനത്തിനായിട്ടൊന്ന് പറയാനില്ലേ? മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. താങ്കളുടെ ജീവിതത്തിൽ ആത്മീയമായി എത്രമാത്രം വളരുവാൻ സാധിച്ചിട്ടുണ്ട്. ചിലർ ചിന്തിക്കുന്നത് ആരാധനയ്ക്ക് പോയി എഴുന്നേൽക്കേണ്ടപ്പോൾ എഴുന്നേൽക്കുകയും ഇരിക്കേണ്ടപ്പോൾ ഇരിക്കുകയും ചൊല്ലേണ്ടപ്പോൾ ചൊല്ലുകയും ഒടുവിൽ കുർബാന കാണുകയോ കൊള്ളുകയോ ഒക്കെ ചെയ്തിട്ടിങ്ങ് പോന്നാൽ പിന്നെ ദൈവം തന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെല്ലാം ആയെന്നത്രേ. അനേകരും ഞായറാഴ്ച ആരാധനാ സ്ഥലത്ത് വെച്ച് തന്നെ ദൈവത്തിന് ബൈ ബൈ പറയും. ആഴ്ചയുടെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ദൈവമേ ദയവ് ചെയ്ത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുതേ എന്ന് പറഞ്ഞാണ് പോകുന്നത്. ദൈവം അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ വരുന്നതേയില്ല. കള്ളം പറഞ്ഞും കള്ളക്കണക്കെഴുതിയും കൈക്കൂലി വാങ്ങിയും നികുതി വെട്ടിച്ചും കൈക്കൂലി കൊടുത്തും മറ്റുള്ളവരെ വേദനിപ്പിച്ചും വഴക്കുണ്ടാക്കിയും അങ്ങനെ അങ്ങ് ജീവിക്കുകയാണ്. പ്രിയ സുഹൃത്തെ, ആഴ്ചയുടെ 7 ദിവസവും ദിവസത്തിന്റെ 24 മണിക്കൂറും മണിക്കൂറിന്റെ എല്ലാ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുന്നില്ലെങ്കിൽ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയില്ല. അങ്ങനെ അന്വേഷിക്കുന്നത് ജീവിതത്തിൽ വലിയ അനുഗ്രഹമാകും. അങ്ങനെയുള്ളവർ ദൈവത്തിന് വേദന ഉളവാക്കുന്നവർ അല്ല, പിന്നെയോ ദൈവത്തിന് സന്തോഷം നൽകുന്നവരാണ്. യാക്കോബിന്റെ ജീവിതം തന്നെ അതിനുദാഹരണമാണ്. ഈ യാക്കോബ് തന്റെ ജീവിതത്തിന്റെ 3/4 സമയവും ദൈവത്തെങ്കിലേക്ക് നോക്കുന്നില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ ബെർശേബയിലെത്തുന്നു. അവിടെ അവൻ തന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവത്തിന് യാഗമർപ്പിക്കുന്നു. ഇപ്പോൾ അവന് ദൈവം വേണം. അവൻ ആകെ മാറിയ ഒരു വ്യക്തിയാണ്. തുടർന്ന് ദൈവം യാക്കോബിന് പ്രത്യക്ഷനാകുവാൻ മനസ്സ് കാണിക്കുന്നത് നാം 2-3 വാക്യങ്ങളിൽ വായിക്കുന്നു. ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിന്റെ ദൈവം തന്നെ. മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്നരുളി ചെയ്തു. മിസ്രൈമിൽ യാക്കോബിൽ നിന്നും ദൈവം വലിയൊരു ജാതിയെ ഉണ്ടാക്കുമെന്ന് വാഗ്ദത്തം ചെയ്യുന്നു. ദൈവം അങ്ങനെ ചെയ്തോ എന്നൊരു പക്ഷേ നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാകും. അടുത്ത പുസ്തകത്തിൽ അതിനുള്ള ഉത്തരം നാം കാണുന്നതാണ്. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ട് ദേശം അവരെ കൊണ്ട് നിറഞ്ഞു എന്ന് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം കാണും. മിസ്രൈം ദേശത്ത് വെച്ച് ഇസ്രായേല്യർക്കൊരു യഥാർത്ഥ ജനസംഖ്യാ വർധനവുണ്ടായി. ദൈവം യാക്കോബിനോട് ചെയ്ത വാഗ്ദത്തം നിവർത്തിക്കുകയായിരുന്നു അവിടെ. ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിന്റെ ദൈവം തന്നെ. മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ദൈവം അവനോട് അരുളി ചെയ്തത് അതുപോലെ നിവർത്തിച്ചു. 4-5 വാക്യങ്ങളിൽ, ഞാൻ നിന്നോട് കൂടെ മിസ്രൈമിലേക്ക് പോരും, ഞാൻ നിന്നെ മടക്കി വരുത്തും, യോസഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണടയ്ക്കും എന്നരുളി ചെയ്തു. പിന്നെ യാക്കോബ് ബെർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിന്റെ പുത്രന്മാർ അപ്പനായ യാക്കോബിനെ കയറ്റുവാൻ ഫറവോൻ അയച്ച രഥങ്ങളിൽ അവനെയും തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി. എന്തൊരു യാത്രയില്ലേ! മിസ്രൈമിൽ നിന്നും ഫറവോൻ ഈ രഥങ്ങൾ അയച്ചിരുന്നത് ഓർക്കുന്നുണ്ടല്ലോ. അതിൽ ഒരു രഥത്തിൽ അവർ യാക്കോബിനെ കയറ്റി. അങ്ങനെ അവർ യാത്രയായി. ഭൂമിശാസ്ത്രപരമായി 3 സ്ഥലങ്ങളിലായി യാക്കോബിന്റെ ജീവിതത്തെ നമുക്ക് കാണാവുന്നതാണ്. ഹാരാനിൽ, കനാനിൽ, മിസ്രൈമിൽ. യാക്കോബിന്റെ ജീവിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവയെ വെറും ഭൂമിശാസ്ത്രപരമായ സ്ഥലങ്ങളായി മാത്രം കണ്ടാൽ പോരാ.
പിന്നെയോ അവൻ്റെ ജീവിതത്തിലെ 3 ആത്മീയ നിലവാരങ്ങളാണ് നാം കാണുന്നത്. ഒരു വടിയോടുകൂടി മാത്രം യാക്കോബ് തൻ്റെ പിതാവിൻ്റെ ഭവനം വിട്ടു. അവൻ ഹാരാനിൽ വന്നപ്പോൾ ജഡത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലായിരുന്നു. ജഡത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ദൈവ പൈതൽ അതെന്താണെന്ന് ഞാൻ മുൻപോട്ട് പഠിക്കുമ്പോൾ പറഞ്ഞു തരാം. അവൻ ഹാരാനിൽ നിന്നും ഓടിപ്പോകുന്ന ആ സമയത്ത് അവൻ തൻ്റെ അമ്മായിയപ്പനിൽ നിന്നും ഓടിപ്പോയ ആ അവസ്ഥയിൽ തൻ്റെ ജ്യേഷ്ഠൻ ഏശാവിനെ നേരിടുവാൻ ഭയപ്പെട്ടിട്ടുള്ള ഒരു ഓട്ടമായിരുന്നു. തുടർന്ന് കനാൻ ദേശത്ത് യാക്കോബിൻ്റെ ആ ഗുസ്തി മത്സരം നമുക്കറിയാമല്ലോ. എന്നാൽ തൻ്റെ സ്വന്തം ശക്തിയാൽ മല്ലുപിടിക്കുന്ന ഒരു ദൈവപൈതലിനെയാണ് നാം അവിടെ കാണുന്നത്. സ്വന്തം ശക്തിയാൽ ജീവിക്കുവാൻ ശ്രമിക്കുക. ഇപ്പോഴിതാ അവൻ മിസ്രൈമിലേക്ക് പോകുന്നു. അവൻ തൻ്റെ സ്വന്തം ശക്തിയിലല്ല ഇപ്പോൾ നടക്കുന്നത്. മാത്രമല്ല, അവൻ ഇപ്പോൾ ഓടിമറയുവാൻ ശ്രമിക്കുന്നുമില്ല. ഇപ്പോഴവൻ വിശ്വാസത്താൽ നടക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതവുമായി എത്രമാത്രം സാമ്യമുള്ളതാണ് ഈ യാക്കോബിൻ്റെ ജീവിതം. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തെ പ്രധാനപ്പെട്ട വ്യക്തി യോസഫ് ആണെങ്കിലും യാക്കോബിലെ വിശ്വാസവീരനായ ആത്മീയ മനുഷ്യന്റെ ഗുണങ്ങൾ ശ്രദ്ധിക്കുവാൻ നാം പ്രത്യേകം ഓർക്കണം. യാക്കോബ് എങ്ങനെയുള്ള വ്യക്തിയായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചോ അതുപോലുള്ള വ്യക്തിയായി യാക്കോബ് തീർന്നു. ഒരു കാര്യം ഓർക്കണം, അതായത് ഇപ്രകാരത്തിലുള്ള ഒരു വ്യക്തിയാക്കി നമ്മെ തീർക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ഞാനിത് ഒന്നുകൂടി പറയാം. ഹാരാനിലെ യാക്കോബിന്റെ ജീവിതം ജഡത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ കാണിക്കുന്നു. സ്വന്തം ബുദ്ധി, സ്വന്തം യുക്തി, സ്വന്തം വികാരം, ഇഷ്ടാനിഷ്ടങ്ങൾ, ഇതൊക്കെയാണ് അവിടെ നടന്നത്. കനാനിലെ യാക്കോബിന്റെ ജീവിതം സ്വന്തം ശക്തിയിൽ പോരാടുന്ന ഒരു ദൈവപൈതലിനെ കാണിക്കുന്നു. ഇപ്പോൾ സത്യം എന്താണെന്നറിയാം, എന്നാൽ പാപം ചെയ്യുന്നു, ഏറ്റുപറയുന്നു, പിന്നെയും ചെയ്യുന്നു, പിന്നെയും ഏറ്റുപറയുന്നു, പിന്നെയും ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു ജീവിതം. മിസ്രൈമിലെ യാക്കോബിന്റെ ജീവിതം വിശ്വാസത്താൽ നടക്കുന്ന ഒരു ദൈവപൈതലിനെ കാണിക്കുന്നു. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന, ദൈവവചനം അതുപോലെ അനുസരിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ഒരു ദൈവപൈതൽ. നമ്മിൽ പലരുടെയും ജീവിതത്തിലും ഇത് സത്യമാകുന്നു എന്നത്രേ ഞാൻ കരുതുന്നത്. സുവിശേഷവുമായി, ദൈവവചനവുമായി നാം ബന്ധപ്പെടുകയും ദൈവത്തിങ്കിലേക്ക് നാം തിരിയുകയും ചെയ്ത സമയമുണ്ടായിരുന്നു. ഒരു ചെറിയ ആത്മീയ ശിശുവായിരുന്ന അവസ്ഥ. പിന്നീട് ആ പോരാട്ടത്തിൻ്റെ സമയം വന്നു. നന്മ ചെയ്യുവാനുള്ള വാഞ്ച വളരെയധികം ഉണ്ടായിട്ടും ഇച്ഛിക്കാത്ത തിന്മ മാത്രം ചെയ്തു കൂട്ടുന്ന ആ അനുഭവം. നാം അന്ന് ചിന്തിച്ചത് നമുക്ക് നമ്മുടെ ശക്തി കൊണ്ട് ജീവിക്കാമെന്നത്രേ. ഒരു പടി കയറും, 2 പടി ഇറങ്ങും. ഇപ്പൊ എത്ര പടി മുൻപോട്ട് പോയെന്നറിയാമോ? കണക്ക് കൂട്ടി നോക്കിക്കോ. 1 പടി കയറും, 2 പടി ഇറങ്ങും. ആ അനുഭവം ഒരുപക്ഷെ പല വർഷങ്ങൾ തന്നെ നീണ്ടു നിന്നിരിക്കും. പിന്നീട് നാം കൃപയിൽ വളരുകയും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിറയുകയും അങ്ങനെ വിശ്വാസത്തിൽ നടക്കുവാൻ ആരംഭിക്കുകയും ചെയ്ത അവസരം. ഈ അവസ്ഥയിലാണോ സുഹൃത്തെ നിങ്ങൾ? അങ്ങനെ ആയിട്ടില്ലെങ്കിൽ ഇനിയും എന്തിനു വൈകുന്നു? 6ഉം 7ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, തങ്ങളുടെ ആടുമാടുകളെയും കനാൻ ദേശത്ത് വെച്ച് സമ്പാദിച്ച സമ്പത്തുകളെയും കൊണ്ടുപോയി. അങ്ങനെ യാക്കോബും സന്തതികളുമെല്ലാം മിസ്രൈമിലെത്തി. അവൻ തൻ്റെ പുത്രന്മാരെയും പൗത്രന്മാരെയും തൻ്റെ സന്തതികളെയൊക്കെയും കൂട്ടി മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. ക്ഷാമം കാരണം യാക്കോബിന് സകലരെയും കൂടെ കൊണ്ടുപോകേണ്ടി വന്നു, മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം. ഒന്നും ക്ഷാമത്തിൽ നിന്നും രക്ഷപ്പെട്ടില്ല എന്നതിനാൽ യാക്കോബ് തനിക്കുള്ള ആടുമാടുകളെ എല്ലാം കൂടെ കൊണ്ടുപോയി. തുടർന്നുള്ള വാക്യങ്ങളിൽ യാക്കോബിന്റെ വംശാവലിയാണ് നാം കാണുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് ലോകരക്ഷകനായ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുന്നത് എന്ന് മാത്രമല്ല, ബൈബിളിന്റെ ബാക്കിയുള്ള ഭാഗത്ത് നാം പഠിക്കുവാൻ പോകുന്നത് ഈ വംശാവലിയിൽ നിന്നുമാകുന്നു. യാക്കോബിന്റെ സന്തതികളുടെ പട്ടികയെല്ലാം പറഞ്ഞിട്ട് നാം 26-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: യാക്കോബിന്റെ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ അവന്റെ കടിപ്രദേശത്ത് നിന്ന് ജനിച്ചവരായി അവനോടുകൂടെ മിസ്രൈമിൽ വന്നവർ ആകെ 66 പേർ. കനാനിൽ നിന്നും യാക്കോബിനോടൊപ്പം മിസ്രൈമിലേക്ക് വന്നത് 66 പേരായിരുന്നു. യോസഫും അവന്റെ കുടുംബവും മിസ്രൈമിൽ തന്നെ ആയിരുന്നല്ലോ. 27-ാം വാക്യത്തിൽ കാണുന്നത്, യോസഫിന് മിസ്രൈമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ 2 പേർ. മിസ്രൈമിൽ വന്നവരായ യാക്കോബിന്റെ കുടുംബം ആകെ 70 പേർ. ഇത് യാക്കോബിന്റെ മൊത്തം കുടുംബാംഗങ്ങൾ
70 പേരാകുന്നു എന്ന് കാണിക്കുന്നു. യാക്കോബിന്റെ ഓരോ പുത്രന്മാരെയും അവരുടെ മക്കളെയും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ. എന്തിനാണ് തിരുവചനത്തിൽ ഈ പേരുകളെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ഈ പേരെല്ലാം കൂടി നൽകാതെ വേറെ വല്ല പ്രധാനപ്പെട്ട വിവരങ്ങളും നമുക്ക് നൽകുവാൻ ദൈവത്തിനില്ലായിരുന്നു? പ്രിയ സുഹൃത്തെ, നമ്മുടെ യേശു കർത്താവിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നുമില്ല. ഇത് അവനിലേക്ക് നയിക്കുന്ന വംശാവലിയാകുന്നു. പുതിയ നിയമത്തിന്റെ ആരംഭത്തിൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന വംശാവലിയിലും ഇവിടെ കാണുന്ന ചില പേരുകൾ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം കാണും. ഈ കാരണത്താൽ ഈ പേരുകളുടെ പട്ടിക വളരെ പ്രധാനപ്പെട്ടതാണ്. വേറൊരു കാരണം, ഇത് വളരെ വ്യക്തിപരമാണ്. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്റെ ചോദ്യം, നിങ്ങളുടെ പേര് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ എന്നത്രേ. ആദാമിന്റെ വംശത്തിൽ നിങ്ങൾ വന്നുപെട്ടതുപോലെ നിങ്ങൾ ക്രിസ്തുവിന്റെ വംശത്തിലും ഒരു ജനനത്താൽ വന്നുപെടുന്നു. എന്നാൽ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പേര് അതിൽ എഴുതപ്പെടുന്നത് നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുക വഴി ആകുന്നു. വീണ്ടും ജനനം പ്രാപിക്കുന്നതിലൂടെ നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങളൊരു ദൈവ പൈതലാകും. നിങ്ങൾ എത്രമാത്രം വിശേഷപ്പെട്ട ഒരു വ്യക്തിയാകുന്നു എന്നോർക്കണം. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, ഒരുപക്ഷെ ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരു പ്രാവശ്യം പോലും കേട്ടിട്ടില്ലായിരിക്കും. എന്നാൽ ദൈവം നിങ്ങളെ അറിയുന്നു, വ്യക്തമായി അറിയുന്നു, വ്യക്തിപരമായി അറിയുന്നു. വാസ്തവം പറഞ്ഞാൽ നിങ്ങളുടെ തലയിലെ മുടികൾ പോലും അവൻ എണ്ണിയിരിക്കുകയാണ്. മറ്റാരേക്കാളും ഭംഗിയായി അവിടുന്ന് നിങ്ങളെ അറിയുന്നു. നിങ്ങളുടെ മാതാവ് നിങ്ങളെ അറിയുന്നതിലും സ്നേഹിക്കുന്നതിലും കൂടുതൽ ദൈവം നിങ്ങളെ അറിയുന്നു, സ്നേഹിക്കുന്നു. യാക്കോബിന്റെ വംശാവലിയിൽ ചില പേരുകൾ എനിക്കൊരർത്ഥവും ഇല്ലാത്തതാണ്. അതെന്തിനാണ് അവിടെ കൊടുത്തിരിക്കുന്നതെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. കുറച്ച് ദിവസം മുമ്പ് ഞാൻ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടുത്തെ ജനത്തിരക്കൊന്ന് നോക്കി ഇങ്ങനെ അത്ഭുതപ്പെട്ടു. പണ്ടൊന്നും ഇത്രയും ആളില്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ ആരും ആരെയും അറിയുമെന്ന് തോന്നുന്നില്ല. എല്ലാവരും അവരവരുടെ വഴിക്കുള്ള ധൃതി പിടിച്ചോട്ടം. അങ്ങനെ അവരെ നോക്കി നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത ഇപ്രകാരമായിരുന്നു. അതായത്, ഈ ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളിൽ ഓരോരുത്തരെയും ദൈവത്തിനറിയാം. അവൻ വ്യക്തിപരമായി അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അവർ ഒരുപക്ഷെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല. എന്നാൽ ഓരോരുത്തരും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വിലപ്പെട്ടവരാണ്. ക്രിസ്തു ഓരോരുത്തർക്കുമായിട്ടാണ് മരിച്ചത്. പ്രിയ സുഹൃത്തെ, ഇവിടെ ഇതാ നിങ്ങളൊരു വലിയ ജനസംഖ്യാ പെരുപ്പത്തിന്റെ മധ്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ താങ്കളുടെ ചുറ്റുമുണ്ട്. എന്നാലും നിങ്ങൾ ദൈവദൃഷ്ടിയിൽ ഒരൊറ്റ വ്യക്തിയാണ്. ദൈവം നിങ്ങളെ സമൂഹമായിട്ടല്ല കാണുന്നത്, മറിച്ച് ഒരു പ്രത്യേക വ്യക്തിയായിട്ടാണ് കാണുന്നത്. അർത്ഥമില്ലാത്തതായി നമുക്ക് തോന്നുന്ന പേരുകൾ പോലും രേഖപ്പെടുത്തുവാൻ ദൈവം പ്രത്യേകം ശ്രദ്ധിച്ചു. കാരണം ഇവരെല്ലാം ദൈവത്തിൻ്റെതാണ്. ഞാൻ വീണ്ടും ചോദിക്കട്ടെ സുഹൃത്ത്, നിങ്ങളുടെ പേര് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ ഉണ്ടോ? ഇവിടെ ഇതാ യാക്കോബ് തന്റെ സകല കുടുംബവുമായി മിസ്രയീം ദേശത്തേക്ക് വരുന്നു. യഹൂദ മുൻപായി പോകുന്നു. ഈ മനുഷ്യൻ യഹൂദയെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അവൻ ആളാകെ മാറി. ഇപ്പോൾ എല്ലാവരുടെയും മുൻപിൽ തന്നെയാണ് അവൻ. 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യോസഫ് രഥം കെട്ടിച്ച് അപ്പനായ ഇസ്രായേലിനെ എതിരേൽപ്പാൻ ഗോശനിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചേറെ നേരം കരഞ്ഞു. ഓഹ്, ഈ സംഗമത്തിന്റെ ചിത്രം എത്ര ഹൃദയസ്പർശിയാകുന്നു ഇല്ലേ? യോസഫ് തന്റെ പിതാവിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കരഞ്ഞു. വചനത്തിൽ നാം വായിക്കുന്നത് ഏറെ നേരം അങ്ങനെ ചെയ്തു എന്നാണ്. ഹൃദയം നിറഞ്ഞു തുളുമ്പുന്ന വികാരമായിരുന്നു അത്. ഓ, എത്ര അനുഗ്രഹീതമായ ഒരു കണ്ടുമുട്ടൽ. 30-ാം വാക്യത്തിൽ, ഇസ്രായേൽ യോസഫിനോട്, നീ ജീവനോടിരിക്കുന്നു എന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല എന്ന് പറഞ്ഞു. വൃദ്ധനായ യാക്കോബിന് ഇതെത്ര വലിയ ഒരനുഭവമാകുന്നു. അവന്റെ ഹൃദയത്തിലെ സന്തോഷം അളക്കുവാൻ ആരാലും സാധ്യമല്ല. ഞാൻ ചിന്തിക്കുന്നത്, മരിക്കാൻ തയ്യാറായിരിക്കുന്നൊരു വൃദ്ധനായിരുന്നു യാക്കോബ് എന്നത്രേ. ഈ യാത്ര അവനെക്കൊണ്ട് സാധ്യമായിരുന്നില്ലെന്നത്രേ. എന്തുമാത്രം ദൂരം യാത്ര ചെയ്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.
മിസ്രൈം ദേശത്ത് ചില വർഷങ്ങൾ ജീവിക്കുവാൻ ദൈവം യാക്കോബിനെ അനുവദിക്കുന്നത് നാം കാണുന്നു. ഇസ്രായേലും യോസഫും ഈ അവസാന വർഷങ്ങൾ ഒരുമിച്ചായിരുന്നു. യാക്കോബ് ഇപ്പോൾ വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലാകുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് അവൻ്റെ പേര് ഇസ്രായേൽ എന്ന് വിളിക്കുന്നു. പണ്ട് ദൈവം പേര് മാറ്റിയെങ്കിലും ഇപ്പോൾ മാത്രമാണ് ആ പേരിൽ അവനെ സംബോധന ചെയ്യുന്നത്. കാരണം ഇപ്പോൾ മാത്രമാണ് പേരിനനുസരിച്ച് അവൻ ആയിത്തീർന്നിരിക്കുന്നത്. 31 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, പിന്നെ യോസഫ് സഹോദരന്മാരോടും അപ്പൻ്റെ കുടുംബത്തോടും പറഞ്ഞത്, ഞാൻ ചെന്ന് ഫറവോനോട് കനാൻ ദേശത്ത് നിന്ന് എൻ്റെ സഹോദരന്മാരും അപ്പൻ്റെ കുടുംബവും എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് അറിയിക്കും. അവർ ഇടയന്മാരാകുന്നു, കന്നുകാലികളെ മേയിക്കുന്നത് അവരുടെ തൊഴിൽ. അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും തങ്ങൾക്കുള്ളതൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവനോട് പറയും. അതുകൊണ്ട് ഫറവോൻ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ, അടിയങ്ങൾ ബാല്യം മുതൽ ഇന്നുവരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഗോപാലകന്മാരാകുന്നു എന്ന് പറവീൻ. എന്നാൽ നിങ്ങൾക്ക് ഗോശനിൽ പാർപ്പാൻ സംഗതിയാകും. ഇടയന്മാരെല്ലാം മിസ്രൈമ്യർക്കും വെറുപ്പല്ലോ. മിസ്രൈമ്യർക്ക് ഇടയന്മാരെ വെറുപ്പായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. എന്നാൽ ദൈവവചനത്തിന് ഇടയന്മാരെക്കുറിച്ച് വളരെയേറെ പറയുവാനുണ്ട് എന്നത് രസകരമായിരിക്കുന്നു. തങ്ങളുടെ തന്നെ ആടുകളെ പാലിച്ചു പോന്ന ഇടയന്മാരായിരുന്നു ഈ മനുഷ്യർ. ഇന്നും ഇസ്രായേലിൽ ഇടയന്മാരെ വളരെയധികം കാണാവുന്നതാണ്. നമ്മുടെ കർത്താവിനെക്കുറിച്ച് ആലങ്കാരികമായി പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന പേരാണല്ലോ ഇടയൻ എന്നുള്ളത്. ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകുന്ന നല്ല ഇടയൻ യേശു കർത്താവാകുന്നു. ഇന്ന് തൻ്റെ ആടുകളെ കാത്തു സൂക്ഷിക്കുന്ന വലിയ ഇടയൻ യേശുവാകുന്നു. ഇനിയും പ്രത്യക്ഷനാകുവാൻ പോകുന്ന ഇടയശ്രേഷ്ഠൻ അവനാകുന്നു. അവൻ തന്നെ ഒരു ഇടയൻ എന്ന് വിളിക്കുന്നു. യോഹന്നാൻ 10:10 വാക്യത്തിൽ പറയുന്നത്, ഞാൻ നല്ല ഇടയനാകുന്നു. പ്രിയ സുഹൃത്തെ, കർത്താവായ യേശുക്രിസ്തു ലോകത്തിന് ഒരു വെറുപ്പാണ്. പലരും അവനെ ഇന്ന് കൈക്കൊള്ളുന്നില്ല. ഞാൻ സംസാരിക്കുന്നത് യഥാർത്ഥ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ലോകം അംഗീകരിക്കുന്ന വിധത്തിലുള്ള ഒരു യേശുവിനെ അവതരിപ്പിക്കുവാൻ ഇന്ന് ക്രിസ്തീയ സഭകളിൽ തന്നെ വളരെ ശ്രമം നടക്കുന്നുണ്ട്. ലിബറൽ ദൈവശാസ്ത്രജ്ഞന്മാർ അങ്ങനെ ഒരു യേശുവിനെ അവതരിപ്പിക്കുന്നുണ്ട്. ബൈബിളിലെ യേശുവിനോട് ഒരു സാമ്യവും ഇല്ലാത്ത ഒരു രൂപം ഇന്നവർ അവതരിപ്പിച്ചിരിക്കുകയാണ്. അവർ പറയുന്നത്, അവൻ കന്യകയിൽ നിന്നും ജനിച്ചതല്ല, അവൻ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിച്ചിട്ടില്ല, ലോകത്തിന്റെ പാപങ്ങൾക്കായി അവൻ മരിച്ചിട്ടില്ല, മാത്രമല്ല അവൻ മരിച്ചവരിൽ നിന്നും ശാരീരികമായി ഉയർത്തിട്ടില്ല. ഉൽപ്പതിഷ്ണുക്കളായ ദൈവശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്ന യേശു ചരിത്രത്തിൽ ജീവിച്ചിരുന്നവനല്ല. അങ്ങനൊരുവന്റെ രേഖ എങ്ങുമില്ല. നമുക്ക് രേഖയുള്ള ഒരുവൻ കന്യകയിൽ നിന്ന് ജനിച്ചവനും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചവനും ലോകത്തിന്റെ പാപത്തിനായി മരിച്ചവനും കല്ലറയിൽ നിന്ന് ശാരീരികമായി ഉയർത്തവനുമാകും. ആ ഇടയനെയാണ് ലോകത്തിന് ഇഷ്ടമില്ലാത്തത്. അവൻ ഇന്നും ലോകത്തിന് വെറുപ്പാണ്. യോസഫ് പറയുകയാണ്, മിസ്രൈമ്യർക്ക് ഇടയന്മാരെ വെറുപ്പാകുന്നു എന്ന്. ഇടയന്മാർ മിസ്രൈമ്യർക്ക് വെറുപ്പായിരുന്നു, എന്നാൽ തങ്ങൾ ഇടയന്മാരാകുന്നു എന്നും തങ്ങൾ ഗോപാലകന്മാരാകുന്നു എന്നും ഫറവോനോട് പറയുവാൻ യോസഫ് സഹോദരന്മാരോട് പറയുന്നു. വാസ്തവത്തിൽ അവർക്ക് ആടുകളും കന്നുകാലികളും ഉണ്ടായിരുന്നു. പിന്നീട് നാം കാണുന്നത് ഫറവോൻ അവരെ ഗോശൻ ദേശത്ത് ആക്കുന്നതും തൻ്റെ ആടുമാടുകളെ പരിപാലിക്കുന്ന ചുമതല കൂടി അവരെ ഏൽപ്പിക്കുന്നതുമാണ്. അങ്ങനെ അവർ മിസ്രൈം ദേശത്തെ ഇടയന്മാരായി. യാക്കോബിന്റെ കുടുംബം ഇപ്പോൾ ഗോശനിൽ പാർക്കുന്നത് ആശ്ചര്യകരമായിരിക്കുന്നു. ഇനിയും നീണ്ട വർഷത്തേക്ക് ഇതായിരിക്കും അവരുടെ ഭവനം. യോസഫിന്റെ മരണശേഷം ഈ ജനം മിസ്രൈമിൽ അടിമകളാകും. എന്നാൽ ആ സമയമെല്ലാം ദൈവം അവരോട് കൂടെ ഉണ്ടായിരിക്കും. യാക്കോബിനോട് ചെയ്ത വാഗ്ദത്തം ദൈവം അതുപോലെ നിവർത്തിക്കും. ദൈവം യോസഫിന് പ്രത്യക്ഷനായതിൻ്റെ ഒരു രേഖയും നമുക്ക് ബൈബിളിലില്ല. എന്നിരുന്നാലും ദൈവത്തിൻ്റെ കരുതൽ നാം യോസഫിൻ്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായി കാണുന്നു. ദൈവത്തിൻ്റെ നടത്തിപ്പ് നാം യോസഫിൻ്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും കാണുന്നു. അവൻ്റെ ഓരോ വാക്കുകളും ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടതായിരുന്നു. അവൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടതായിരുന്നു. അവൻ്റെ മനോഭാവം പൂർണ്ണമായും ദൈവത്തിൽ സമർപ്പിച്ചതായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ ഒക്കെ ഉദ്ദേശം ഇപ്പോൾ വളരെ വ്യക്തമാണ്. ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയത്രേ യോസഫിലൂടെ നാം കാണുന്നത്. സുഹൃത്തെ, ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ വിജയമാകുന്നു യോസഫിൻ്റെ ജീവിത വിജയത്തിലൂടെ നാം കണ്ടുകൊണ്ടിരുന്നത്. ഇന്നത്തെ ജീവസന്ദേശം താങ്കൾക്ക് പ്രയോജനകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹം പ്രാപിച്ചാട്ടെ സുഹൃത്തെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.